നമസ്തേ. UGC NET Sanskrit Traditional Subjects Code 73 2024 ജൂണിൽ ചോദിച്ചൊരു ചോദ്യമാണ് ജ്യോതിഷത്തിൽ നിന്നും. ദ്വിസ്വഭാവോ രാശിർഭവതി. ഏത് രാശിയെയാണ് ദ്വിസ്വഭാവ രാശി എന്ന് പറയുന്നത്? ഉത്തരം മീനരാശിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം രാശി പരിചയം 12 രാശികളെ പറ്റിയിട്ടുള്ള സാമാന്യ ധാരണ ഉണ്ടെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാം. ഇതിൻ്റെ ഉത്തരം നമുക്കൊന്ന് നോക്കാം. മീനരാശി എടുത്തു കഴിഞ്ഞാൽ ദ്വിസ്വഭാവ സ്ത്രീജാതി കഫപ്രകൃതി ജലതത്വ രാത്രിബലി വിപ്രവർണ ഉത്തരദിശ സ്വാമി ജലരാശി പിംഗളവർണ്ണശ്ച ഭവതി മീനഃ. പ്രകൃത്യായമുത്തമഃ ദയാലുഃ ദാനശീലശ്ചാസ്തേ അനേന പാദസ്യ വിചാരഃ ക്രിയത്തെ അസ്യ സ്വാമി ബൃഹസ്പതിഃ എന്നിങ്ങനെ പറയുന്നു. ഇതോടൊപ്പം നമുക്ക് കുംഭരാശിയുടെ കൂടെ നോക്കാം. കുംഭഃ പുരുഷജാതിഃ സ്ഥിരസംജ്ഞകഃ വായുതത്വഃ വിചിത്രവർണ്ണഃ ശീർഷോദയഃ അർദ്ധജലഃ ത്രിദോഷപ്രകൃതിഃ ദിനബലി പശ്ചിമദിശഃ സ്വാമി ഉഷ്ണസ്വഭാവഃ ശൂദ്രവർണ്ണഃ ക്രൂരസ്തഥാ മധ്യസന്തതിർഭവതി കുംഭഃ. പ്രകൃത്യായം വിചാരശീലഃ ശാന്തചിത്തഃ ധർമ്മവീരഃ പ്രതിഭാസമ്പന്നശ്ച ഭവതി. അനേന ഉദരസ്യ ആഭ്യന്തരീണഭാഗസ്യ വിചാരഃ ക്രിയത്തെ അസ്യ സ്വാമി ശനിഃ. തഥാ ചോക്തം കുംഭഃ കുംഭീ നരോ ബഭ്രുവർണ്ണോ മധ്യതനുർദ്വിപാദ് ദ്യുർവീര്യോ ജലമധ്യസ്ഥോ വാതശീർഷോദയീതമഃ ശൂദ്രഃ പശ്ചിമദേശസ്യ സ്വാമി ദൈവാകരിഃ സ്മൃതഃ എന്നിങ്ങനെ പറയുന്നു. ഇതോടൊപ്പം മറ്റ് രാശികളെ കൂടി നമുക്ക് നോക്കാം. മീനരാശി പറഞ്ഞു, കുംഭരാശി പറഞ്ഞു, മകരരാശി. ചരസംജ്ഞകഃ സ്ത്രീജാതിഃ പൃഥ്വീതത്വഃ വാതപ്രകൃതിഃ പിംഗളവർണ്ണഃ രാത്രിബലി വൈശ്യവർണ്ണഃ ശിഥിലശരീരഃ ദക്ഷിണദിശഃ സ്വാമി ഭവതി മകരഃ. അയം പ്രകൃത്യ ഉച്ചദശാഭിലാഷീ ഭവതി. അനേന ജംഘോരുസന്ധേഃ വിചാരഃ ക്രിയത്തെ അസ്യ സ്വാമി ശനിഃ. തഥാ ചോക്രം മന്ദാധിപസ്തമീ ഭൗമി യാമ്യേഡ് ച നിശി വീര്യവാൻ പൃഷ്ഠോദയീ ബൃഹദ്ഗാത്രഃ കർപ്പൂരോ വനഭോജരഃ ആദൗ ചതുസ്പാദന്തേ ച ദ്വിപദോ ജലഗോ മതഃ. അടുത്തത് ധനുരാശി. പുരുഷജാതിഃ കാഞ്ചനവർണ്ണഃ ദ്വിസ്വഭാവഃ ക്രൂരസംജ്ഞകഃ. പിത്തപ്രകൃതിഃ. ധനുരാശിയെയും ദ്വിസ്വഭാവഃ എന്ന് പറയുന്നു, പക്ഷേ അത് ഓപ്ഷനുകളിലില്ല. അതുകൊണ്ട് മീനരാശി ഉത്തരമായിട്ട് വന്നു. പിത്തപ്രകൃതിഃ ദിനബലി പൂർവദിശഃ സ്വാമി ദൃഢശരീരഃ അഗ്നിതത്വഃ ക്ഷത്രിയവർണ്ണഃ അല്പസന്തതിഃ അർദ്ധജലരാശിശ്ച ധനുഃ. അയം പ്രകൃത്യ അധികാരപ്രിയഃ കരുണാമയഃ മര്യാദായ ഇച്ഛുകശ്ച വർത്തത്തെ. അനേന പാദസ്യ സന്ധിസ്ഥലാനാം തഥാ ച ജാനോഃ വിചാരഃ ക്രിയത്തെ അസ്യ സ്വാമി ബൃഹസ്പതിഃ. അടുത്തത് വൃശ്ചികഃ. സ്ഥിരസംജ്ഞകഃ ശുഭ്രവർണ്ണഃ സ്ത്രീജാതിഃ ജലതത്വഃ ഉത്തരദിശഃ സ്വാമി രാത്രിബലി കഫപ്രകൃതിഃ ബഹുസന്തതിഃ ബ്രാഹ്മണവർണ്ണഃ അർദ്ധജലരാശിർഭവതി വൃശ്ചികഃ. അയം പ്രകൃത്യാ ദംഭി ദൃഢപ്രതിജ്ഞഃ സ്പഷ്ടവാദി നിർമ്മലശ്ച. അനേന ശരീരസ്യ ഉച്യതായാഃ തഥാ ജനനേന്ദ്രിയസ്യ വിചാരഃ ക്രിയത്തെ അസ്യ സ്വാമി മംഗളഃ. അടുത്തത് തുലാരാശി.
പുരുഷജാതിഃ ചരസംജ്ഞകഃ വായുതത്വഃ പശ്ചിമദിശഃ സ്വാമി അല്പസന്തതിഃ ശ്യാമവർണഃ ശീർഷോദയീ ശൂദ്രസംജ്ഞകഃ ദിനബലി ക്രൂരസ്വഭാവः പാദജലരാശിർഭവതി തുലാരാശിः പ്രകൃത്യായം വിചാരശീലः ജ്ഞാനപ്രിയः കാര്യസമ്പാദകः രാജനീതിജ്ഞശ്ച അനേന നാഭിതോ അധോഭാഗസ്യ വിചാരः ക്രിയത്തെ അസ്യ സ്വാമി ശുക്രഃ. അടുത്തത് കന്നിരാശി. പിങ്കളവർണ്ണഃ സ്ത്രീജാതിഃ ദുസ്വഭാവഃ. ഇതിലും ദുസ്വഭാവഃ എന്ന് കന്നിരാശിക്കും പറയുന്നുണ്ട്. അതും ഓപ്ഷനുകളിൽ ഇല്ല. ദക്ഷിണദിശഃ സ്വാമി രാത്രിബലി വായുശീതപ്രകൃതിഃ പൃഥ്വീതത്വം അല്പസന്തതിഃ ഭവതി കന്യാരാശിഃ. അസ്യ പ്രാകൃതികസ്വഭാവः മിഥുനരാശിരിവ ഭവതി. വിശേഷതയാ അയം സ്വസ്യോന്നത്യർത്ഥം പ്രയത്നശീലസ്തഥാ ച സ്വാഭിമാനി ഭവതി. അനേന ഉദരസ്യ വിചാരः ക്രിയത്തെ. അടുത്തത് സിംഹരാശിഃ. പുരുഷജാതിഃ സ്ഥിരസംജ്ഞകः അഗ്നിതത്വः ദിനബലി ചിത്തപ്രകൃതിഃ പിത്തപ്രകൃതിഃ പീതവർണഃ ഉഷ്ണസ്വഭാവः പൂർവദിശഃ സ്വാമി പുഷ്ടശരീരः ക്ഷത്രിയവർണः അല്പസന്തതിഃ ഭ്രമണപ്രിയः നിർജ്ജലശ്ചാസ്തി സിംഹः പ്രകൃത്യായം മേഷരാശിരിവ ഭവതി. തഥാ ച വിശേഷതയാ അസ്മിൻ സ്വാതന്ത്ര്യ പ്രേമ ഉദാരതാദിഗുണാः വിദ്യന്തെ. അനേന ഹൃദയസ്യ വിചാരः ക്രിയത്തെ. അസ്യ സ്വാമി സൂര്യഃ. അടുത്തത് കർക്കः. ചരः സ്ത്രീജാതിഃ സൗമ്യः കഫപ്രകൃതിഃ ജലചാരി സമോദയീ രാത്രിബലി ഉത്തരദിശഃ സ്വാമി രക്തധവളമിശ്രിതവർണः ബഹുചരണസ്തഥാ സന്താനവാൻ കർക്കः. അസ്യ പ്രാകൃതികസ്വഭാവാः സാംസാരികോന്നതौ പ്രയത്നശീലതാ ലജ്ജാ കാര്യസ്ഥൈര്യം സമയാനുയായിതാ ച. അനേന ഉദരവക്ഷസ്ഥലഗുദാനാം വിചാരः ക്രിയത്തെ. അസ്യ സ്വാമി ചന്ദ്രമാ. അടുത്തത് മിഥുനം രാശി. പശ്ചിമദിശഃ സ്വാമി വായുതത്വഃ ശുക ഇവ ഹരിതവർണഃ പുരുഷരാശിഃ ദ്വിസ്വഭാവः വിഷമോദയീ ഉഷ്ണഃ ശൂദ്രവർണഃ മഹാശബ്ദകാരി ദിനബലി മധ്യമസന്തതിഃ ശിഥിലശരീരോ ഭവതി മിഥുനഃ. പ്രകൃത്യായം വിദ്യാധ്യേനി ശില്പീ ച. അനേന ഹസ്തശരീരസ്കന്ധബാഹൂനാം വിചാരः ക്രിയത്തെ. അസ്യ സ്വാമി ബുധഃ. അടുത്തത് ഇടവം രാശി. വൃഷഃ. സ്ത്രീജാതിഃ സ്ഥിരസംജ്ഞകः ഭൂമിതത്വः ശീതളസ്വഭാവः കാന്തിരഹിതः ദക്ഷിണദിശഃ സ്വാമി വാതപ്രകൃതിഃ രാത്രിബലി ചതുശ്ചരണവാൻ ശ്വേതവർണഃ മഹാശബ്ദകാരി വിഷമോദയീ മധ്യമസന്തതിഃ വൈശ്യവർണഃ ശിഥിലശരീരശ്ചാസ്തി വൃഷഃ. അയം രാശിഃ അർദ്ധജലരാശിരിത്യപ്യുച്യത്തെ. പ്രകൃത്യായം സ്വാർത്ഥേ സാംസാരികകാര്യേഷു ദക്ഷശ്ച ഭവതി. അനേന കണ്ഠമുഖകപോലാനാം വിചാരः ക്രിയത്തെ. അസ്യ സ്വാമി ശുക്രഃ. അടുത്തത് മേടം രാശി. മേഷഃ. പുരുഷജാതിഃ ചരസംജ്ഞകः പൂർവദിശഃ സ്വാമി ക്ഷത്രിയവർണഃ പർവതീയപ്രദേശേ വിചരണകർത്ത രജോഗുണയുക്തः കാന്തിഹീനः അല്പസന്തതിഃ പൃഷ്ഠോദയീ അഗ്നിതത്വയുക്തശ്ച ഭവതി മേഷരാശിഃ. അസ്യ സ്വാമി മംഗളഗ്രഹോ വർത്തത്തെ. അപ്പോൾ ഇങ്ങനെയാണ് രാശി പരിചയം. അപ്പോൾ ഇതിൽ നമ്മൾ 3 രാശികൾക്ക് ദുസ്വഭാവഃ എന്ന് കണ്ടു. അതേതൊക്കെയാണ്? മീനഃ, പിന്നെ ധനുഃ, കന്യ. അപ്പോൾ ധനുരാശി, കന്നിരാശി, മീനരാശി ഇതിനാണ് ദുസ്വഭാവഃ എന്ന് നമ്മൾ കണ്ടത്. ധനു, കന്യ, മീനഃ. നമസ്തേ.